നമ്മുടെ സാമ്പത്തിക കുതിപ്പ് എന്ന് പറയുന്നത് ചൈനയേക്കാൾ ബഹുമടങ്ങാണ്. പക്ഷേ ചൈന നേരത്തെ തന്നെ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെ ബേസ് വളരെ ഉയർന്നതാണ്. അതുകൊണ്ടാണ് ചൈനയ്ക്ക് വലിയ കുതിപ്പ് നടത്താൻ കഴിയാത്തത്. ബേസിൻ്റെ അളവ് ചെറുതാവുന്നതോടും ഈ കുതിപ്പിൻ്റെ വേഗം കൂടുതലായിരിക്കും. അങ്ങനെ ഒരു കാര്യം കൂടെ. അങ്ങനെ ഒരു വലിയ ബേസിലെത്തിയാൽ പിന്നെ ഇന്ത്യയുടെ വളർച്ചയും കുറച്ച് സാവധാനത്തിലാവാൻ സാധ്യതയുണ്ട്. ആ ബേസിലേക്ക് പോകുമ്പോൾ ചില മേഖലകളിൽ ചൈനയെ കടത്തിവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ചൈന തന്നെ അന്താരാഷ്ട്ര വ്യാപാര മാർക്കറ്റിന് മുമ്പാകെ ഇന്ത്യക്കെതിരെ ഒരു പരാതിയായിട്ട് പോയിരിക്കുക. അവരുടെ ചില മേഖലകളിലെ വ്യാപാരങ്ങളെ തടസ്സപ്പെടുത്തുന്ന കുൽസിതമായ രീതിയിൽ തന്നെ ഇന്ത്യ പ്രവർത്തനം വെച്ചിരിക്കുന്നു. ചെറിയൊരു വലിയൊരു യുദ്ധം ബംഗ്ലാദേശുമായിട്ടുള്ളതുപോലെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുന്നു. അതായത് ചൈനയ്ക്ക് ഇന്ത്യ വ്യാപാര രംഗത്ത് പ്രത്യേകിച്ചും ഒരു ഭീഷണിയായിരിക്കുന്നില്ലേ? അതെ, അത് ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപാണ് ആമസോൺ ഒരു പ്രഖ്യാപനം നടത്തിയത്. 3 ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിക്കുമെന്നുള്ളത്. ട്രംപിൻ്റെ ഈ താരിഫ് വാറിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെയൊക്കെ ശേഷമാണെന്ന് ഓർക്കണം. അത്രയേറെ വെല്ലുവിളി നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ 3 ലക്ഷം കോടി ഇന്ത്യയിൽ അവർ മുതൽ മുടക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇന്ത്യക്ക് വളർച്ചയുണ്ടാകും, ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ പണം മുടക്കിയാൽ നഷ്ടമാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഭരണകൂടത്തിലും വിശ്വാസമുണ്ട്. ഇത് കൂടാതെ ബെലാറൂസിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഒരു വിവാദ പ്രസ്താവന നടത്തുകയുണ്ടായി. ലോകത്തിലെ 4ാമത്തെ വൻശക്തി ഇന്ത്യയാണ്. അത് സൈനികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റേത് മേഖലയിലും യൂറോപ്യൻ യൂണിയൻ അതിന് ശേഷമേ വരികയുള്ളെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു പക്ഷേ അമേരിക്ക, ചൈന, റഷ്യ, ഇന്ത്യ എന്നതായിരിക്കാം. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറയുന്നില്ല. ഇതാണ് ഈ പശ്ചാത്തലത്തിൽ സാറിൻ്റെ ഈ ചോദ്യത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം. പണ്ട് അമേരിക്കയുടെ CIA ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് അമേരിക്കക്ക് കൊടുത്തു. റൊണാൾഡ് റേഗൻ്റെ കാലഘട്ടമെന്നാണ് എൻ്റെ ഓർമ്മ, 80കളിൽ. അപ്പോൾ ആ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. റിപ്പോർട്ടിനുള്ള സാഹചര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അമേരിക്കയ്ക്ക് നിക്ഷേപം നടത്തണം, പക്ഷേ ഇന്ത്യ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. അപ്പോൾ CIA അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാനായിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ പഠന റിപ്പോർട്ടിൻ്റെ ഭാഗം പ്രസിദ്ധീകരിച്ചപ്പോൾ കൊടുത്ത വാചകം വളരെ രസകരമായിരുന്നു. ചഞ്ചല ചിത്തയും ഭീതിയുള്ളതുമായ ഒരു സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി എന്നാണ് CIAയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പിന്നീട് വെളിയിൽ വന്നു. അപ്പോൾ നമ്മുടെ ഉരുക്കു വനിത ഈ പറയുന്ന ഇരുമ്പ് മറ വെച്ചുകൊണ്ട് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപങ്ങളെ തടഞ്ഞുകൊണ്ടേയിരുന്നു. രാജീവ് ഗാന്ധിയുടെ കാലം വരെ അതൊരു മാറ്റവുമില്ലാതെ തുടർന്നു. അതോടൊപ്പം തന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ടായി. ചന്ദ്രശേഖർ, ദേവഗൗഡ, IK ഗുജറാൾ തുടങ്ങിയ ആൾക്കാർ ഭരിച്ചപ്പോഴും നയത്തിൽ മാറ്റമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്തിരി കമ്മ്യൂണിസ്റ്റ് രസായനം കൂടെ ചേർത്താണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ രസായനത്തിൻ്റെ രീതിയിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയില്ല. നമ്മൾ ഈ അംബാസഡറുമായിട്ട് മുന്നോട്ട് പോയിട്ട് കുറേ നാളുകൾ അങ്ങനെ പോയി. പിന്നീട് നരസിംഹറാവു വന്നതിന് ശേഷമാണ് നയത്തിൽ മാറ്റം വരുത്താനായിട്ട് തീരുമാനമെടുക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ ഇന്നത്തെ വികസന കുതിപ്പിനും കാരണം തുടക്കം വെച്ചത് അദ്ദേഹമാണ്. അത് മൻമോഹൻ സിംഗ് ആണ് അതിനുള്ള ധനകാര്യമന്ത്രിയാക്കി അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിലാണത് ചെയ്തത്. പക്ഷേ ഇതിന് ശേഷം വന്ന മാറ്റം അത്ഭുതകരമായിരുന്നു. ആ അത്ഭുതകരമായ മാറ്റം നമ്മളിൽ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഹീറോ പെൻ, നഖം വെട്ടി തുടങ്ങിയ നിരവധിയായ സാധനങ്ങൾ പണ്ടേ ചൈനയിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ വിടുക, ചൈനീസ് റാന്തലുകൾ, ചീനച്ചട്ടി, ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചൈന പണ്ടേ മിടുക്കന്മാരായിരുന്നു ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട്. ആ മിടുക്കും ജനസംഖ്യയും അവരുടെ ചീപ്പായ ലേബറും ഒക്കെ കൊണ്ട് വിദേശ രാജ്യങ്ങൾ അവിടെ വന്ന് നിക്ഷേപം നടത്തി ആ രാജ്യത്തെ സമ്പന്നമാക്കിയപ്പോൾ അത് അവർക്ക് തന്നെ ദോഷമാണെന്ന് മനസ്സിലായാണ് കോവിഡ് കാലത്താണ് അത് ലോകം തിരിച്ചറിയുന്നത്. ചൈനയെ വളർത്തുന്നത് സാമ്പത്തികമായി മാത്രമല്ല, അത് സായുധ യുദ്ധത്തിലേക്കും അവരുടെ നീക്കം കൊണ്ടുവരും. കാരണം അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ പലയിടത്തും അവർ പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെയാണ് അടുത്ത ഓപ്ഷൻ എന്തെന്ന് നോക്കിയപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ സ്ഥിരത കണ്ടുകൊണ്ട്, മോദിയുടെ ഭരണത്തിലെ മികവ് കണ്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് അവർ കണ്ണോടിച്ചത്. പക്ഷേ ഈ സന്ദർഭത്തിൽ വെറുതെ ഇങ്ങോട്ട് വന്ന് നിക്ഷേപം നടത്തി പോകൂ എന്നുള്ള നിലപാടല്ല ഇന്ത്യ സ്വീകരിച്ചത്. അത് ആദ്യകാലത്ത് അങ്ങനെ ഒരു മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആ നിലപാടാണ് സ്വീകരിച്ചത്. മോദി വന്നതിന് ശേഷം ആ നിലപാട് മാറ്റിയിട്ട് ബാർഗെയിൻ എക്കണോമിക്സ് ആക്കി. അതായത് ഒരു രാജ്യം ഇവിടെ നിക്ഷേപത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കും, പക്ഷേ അവർക്ക് അംഗീകരിക്കാവുന്ന കുറേ നിബന്ധന, അതായത് ചുവപ്പ് നാടകളില്ല, പക്ഷേ എന്നാൽ സാങ്കേതിക കൈമാറ്റം നടത്തണം.
പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യൻ വ്യവസായികളെ പങ്കാളികളാക്കണം. ഇന്ത്യൻ വ്യക്തികളെയല്ല, ഇന്ത്യൻ വ്യവസായികളെയാണ്. കാരണം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന രീതിയിൽ അവർക്ക് ആ വ്യവസായത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ മറ്റൊരു വ്യവസായം നടത്താനായിട്ട് പറ്റണം. ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിത്തറ നമ്മൾ ആദ്യം തന്നെ ഇട്ടു. അടിത്തറ ഇട്ടപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് നിയന്ത്രണമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. കാരണം 100% ഇവിടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും കമ്പനികൾക്ക് താല്പര്യമുണ്ടാകും. ആ 100% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകളുടെ ഒരു ഘോഷയാത്ര ഇന്ത്യ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂസിലാൻഡുമായിട്ട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞു ആണ്. എന്നാൽ ചൈന ഒരു രാജ്യവുമായിട്ടും ഇതുവരെ ഇത്രയും അവരുടെ സാമ്പത്തിക വളർച്ചയിൽ ഈ രീതി അവർ അവലംബിച്ചിട്ടില്ല. 100% എക്സ്പോർട്ടിന് ഇമ്പോർട്ടിന് സൗകര്യമുള്ള ഒരു സംവിധാനമാണത്. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യ മുന്നിൽ കാണുന്ന ഭയങ്കര ബുദ്ധിപരമായ ഒരു കാര്യമാണ്. അതായത് ഇപ്പം ജർമ്മനി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ജർമ്മനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെഴ്സഡസ് ബെൻസ് കാർ ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്ത്യക്കാരെല്ലാം മെഴ്സഡസ് വാങ്ങിക്കുമോ? ഇല്ല. കാരണം ഇന്ത്യക്കാർക്ക് അത് വാങ്ങിക്കാനുള്ള കഴിവ് പരിമിതമാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഈ കാർ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ തൊഴിലവസരം കൂടുന്നുണ്ടല്ലോ, ഇതിൻ്റെ വിദേശ നാണ്യം ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. ഇതൊന്ന്. രണ്ടാമത്തെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഈ നമ്മളുടെ രാജ്യത്തിൽ നിന്നുള്ള സാധനങ്ങൾ ഇതേ കാറുകൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ കാറുകൾ ലഭ്യമല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. ട്രക്കുകളും കാറുകളും ഇന്ത്യയിൽ ധാരാളം ഉണ്ടെങ്കിൽ അന്താരാഷ്ട്ര വിപണികളിൽ അവയ്ക്ക് വലിയ ഡിമാൻഡില്ല. ടാറ്റയുടെ മാത്രമാണ് വളരെ കുറച്ച് അത് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയ രാജ്യങ്ങളുമായിട്ട്. എന്നാൽ ഫ്രീ ട്രേഡ് വരുന്നതോടുകൂടി ഈ ഓട്ടോമൊബൈൽ വ്യവസായത്തിന് ഇന്റർനാഷണൽ മാർക്കറ്റ് തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് തുറന്നു കിട്ടിയാലുള്ള ഗുണമെന്ന് പറയുന്നത് ഈ മേഖലകൾ നമ്മൾ എഗ്രിമെന്റ് വെക്കുന്ന രാജ്യങ്ങളിലുള്ള വാഹനങ്ങളെക്കാൾ ഗുണനിലവാരം കൂടിയതും എന്നാൽ വില കുറഞ്ഞതുമായ വാഹനങ്ങൾ നമ്മൾക്ക് അവിടെ കൊടുക്കുവാനായിട്ട് സാധിക്കും. അത് അവരുടെ മാർക്കറ്റിനെ പോലും നമ്മൾക്ക് അനുകൂലമാക്കി അതായത് വ്യാപാര മെച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഈ ചൈനയുമായിട്ട് വ്യാപാരം നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും വ്യാപാര കമ്മിയിലാണ്. വ്യാപാരം മെച്ചമുള്ളത് ചൈനയ്ക്കാണ്. നമ്മൾക്ക് പോലും അങ്ങനെയാണ്. ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിൽ ചൈനയ്ക്കാണ് ലാഭം, നമ്മൾക്ക് നഷ്ടമാണ്. അതായത് നമ്മൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നവരും കുറച്ച് കയറ്റുമതി ചെയ്യുന്നവരുമാണ്. അവർ കൂടുതൽ കയറ്റുമതി ചെയ്യുന്നു, അവർക്കാണ് ലാഭം. ഈ ഒരു ബാലൻസിങ് ചൈനയുമായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ, അതായത് ട്രേഡിലെ ബാലൻസ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾക്ക് വരുന്ന നഷ്ടങ്ങൾ ചൈനയെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അവിടെ നിന്ന് വാങ്ങിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കുന്ന പോലെയാണ്. അതായത് ടെക്നോളജിക്ക് ആവശ്യമായ പല ഘടകങ്ങളും, പ്രത്യേകിച്ച് റെയർ ചൈനയ്ക്ക് കുത്തകയുണ്ട്. അപ്പൊ ചൈനയിൽ നിന്ന് വാങ്ങിച്ചായിരിക്കും ഇതെല്ലാം നമ്മൾ അമേരിക്ക പോലും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അമേരിക്ക നേരിട്ട് അവർ പല കാര്യങ്ങളിലും വെല്ലുവിളിക്കാറ്. വെല്ലുവിളിച്ചാൽ ഒരു പക്ഷേ നടക്കയില്ലെന്ന് അവർക്കറിയാം. ഇത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ ഈ നമ്മൾക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എം.പി. വീരേന്ദ്രകുമാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, സാർ വായിച്ചു കാണും, എനിക്ക് ഉറപ്പുണ്ട്. മലയാളികൾ മിക്കവാറും വായിച്ചു കാണും. കാണാച്ചരടുകൾ എഴുതി വിട്ടാൽ മതിയല്ലോ, മതിയല്ലോ. അന്ന് എഴുതി വെച്ചിരുന്ന വാചകങ്ങൾ ഓർക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു വള്ളിച്ചെരിപ്പ് ഇടണമെങ്കിൽ അമേരിക്കയുടെ പെർമിഷൻ വേണം. നമ്മുടെ കടലിൽ നിന്ന് മത്തി പിടിക്കണമെങ്കിൽ അമേരിക്കക്കാർ പറയണം. മത്തി ഇനി കിട്ടുകയില്ല. അതായത് പരുത്തി കൃഷി ഇവിടെ നശിച്ചു പോകും. പിന്നെ അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് കൊണ്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ. മാഷേ, നമുക്കൊരു വാർത്ത വായിക്കണമെങ്കിൽ മാതൃഭൂമി വായിക്കണം എന്ന് പറയുന്ന പോലെ ഉള്ളൂ. നമ്മളുടെ ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമല്ല. അങ്ങനെയല്ലേ വാർത്തയുടെ കുത്തക പത്രങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയല്ലേ. നമുക്ക് മാഷിനും എനിക്കും എല്ലാം ഈ വാർത്ത പറയാനും അതുപോലെ നമുക്ക് ആവിഷ്കരിക്കാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ. മാതൃഭൂമി കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഒരു പത്രം അങ്ങ് തുടങ്ങണം. നിങ്ങൾ ചുമ്മാ വിടുവായ വായാടിത്ത വിപ്ലവം. അന്ന് ഇതെല്ലാം ഇടത് ജിഹുകളെ ഏറ്റെടുത്ത് പൊതുവായി വേദികളിൽ നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ട് നടന്നു. നമ്മൾ അമേരിക്കക്ക് കീഴടങ്ങിയിരിക്കുന്നു, നമ്മളുടെ നയങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ ഇവിടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയുമെന്ന് ഇവർ പറഞ്ഞല്ലോ. എത്ര ബുദ്ധിശൂന്യതയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിറയണമെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നം ഇന്ത്യക്കാർക്ക് വാങ്ങിക്കാവുന്ന അഫോർഡബിളായ റേറ്റിൽ കിട്ടുന്നൊരു സാധനമായിരിക്കണം. അത് ചിന്തിക്കാനുള്ള കഴിവില്ലാതെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വേറൊരു ഒറ്റ കാര്യം ഞാൻ പറയാം. അംബാനി കോടികൾ, അംബാനി 90% ഇന്ത്യ അംബാനിയും അദാനിയും കൂടാണ് ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞു. എന്തേ നിങ്ങൾക്കൊരു അംബാനി ആയിക്കൂടെ? അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടല്ലോ. ഈസ് ഓഫ് അംബാനിയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ബിസിനസ് പടുത്തുയർത്തിയത്. കാരണം അന്ന് ലൈസൻസ് രാജായിരുന്നു. നിങ്ങൾക്കിപ്പോൾ അതില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാ.
നിങ്ങൾക്കൊരു ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇന്ത്യയിലുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങളെ സഹായിക്കാനായിട്ട് വരും, കേരളത്തിലൊഴിച്ച്. സമാനം നിങ്ങൾ അംബാനിയാവൂ, ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കൂ. നിങ്ങൾ ചുമ്മാ അംബാനിയോട് അസൂയപ്പെട്ട് അംബാനിയും അദാനിയും ടാറ്റ ബിർല ഗോയങ്ക എന്നും പറഞ്ഞ് ഇവർ ഈ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് ആ ഇടതുപക്ഷ മനസ്സ് ഇന്ത്യയിൽ നിന്ന് മാറിപ്പോയിന്നേ. ആ കാലം മാറി. അതുകൊണ്ടാണ് ഇടതുപക്ഷ മനസ്സ് മാറിയോണ്ടാണ് ഇടതുപക്ഷം ഇന്ത്യയിൽ ഇല്ലാതായത്. അതുപോലെ നിങ്ങൾക്ക് ഓൺട്രപ്രനർഷിപ്പ്, സംരംഭകത്വം ഇല്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു അടിമയായിട്ട് ജോലി ചെയ്യാനാണെങ്കിൽ നിങ്ങൾ അടിമയായിട്ട് ജോലി ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങുകയും സ്റ്റാർട്ടപ്പ്, അതിൽ കൂടി യൂണിക്കോൺ ആയിക്കൊണ്ട് കോടിക്കണക്കിന് ഉണ്ടാക്കിയവരുണ്ടല്ലോ. എന്തേ നിങ്ങളുടെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ അങ്ങനത്തെ ഗ്ലോബൽ കമ്പനികളുടെ ആ ഒരു ജൈത്രയാത്ര കൊണ്ടാണല്ലോ ലോകം ഇത്രയും പുരോഗമിച്ചത്. അതുകൊണ്ടാണല്ലോ അമേരിക്ക വലിയ സാമ്പത്തിക. അതെ, നമ്മുടെ മക്കളെ എന്തിനാ അമേരിക്കയിലേക്ക് അയക്കുന്നത്? ഈ പറയുന്ന ഇടതുപക്ഷക്കാരൻ്റെ മക്കളെ അമേരിക്കയിലേക്കും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് എന്തിനാ? ഇവിടെ മുതലാളിത്തമാണല്ലോ. അതെ, അത് ഇന്ത്യയിൽ തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, ആ പ്രശ്നമാണ് നമ്മൾക്ക് ആരെയും വിശ്വാസമില്ലായിരുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. നമ്മൾക്ക് ആരെയും വിശ്വാസമില്ല. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെല്ലാം നമ്മളെ കൊള്ളയടിച്ച് കീഴടക്കും, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയാണെന്നുള്ളൊരു ധാരണ. നമ്മൾക്ക് ആ പേടിയായിരിക്കാം. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടി. പേടി കൊണ്ടൊന്നും അല്ല മാഷേ, ഇതൊക്കെ അസൂയ. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ നയം സ്വീകരിച്ചു. ഇന്ത്യ ആരെയും ഇനി ഒരു കാര്യത്തിനും ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യക്ക് എന്താണോ വേണ്ടത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഇന്ത്യക്ക് ടെക്നോളജി ഇല്ലെങ്കിൽ ടെക്നോളജി വേണമല്ലോ. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ചെയ്യണം. അതാണ് അടിമത്തത്തിൽ നിന്നുള്ള യഥാർത്ഥ മോചനം. അതിനുവേണ്ടി നമ്മളിപ്പോൾ US-ഉമായിട്ടും യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് പ്രധാന ചർച്ചകൾ നടക്കുന്നത്. ഇതുകൂടാതെ നിരവധിയായ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്. ചർച്ച നടത്തുമ്പോഴുള്ള നമ്മുടെ ഒരു പ്രധാന ഉപാധി കാർഷിക ഉൽപ്പന്നങ്ങൾ, അതേപോലെ തന്നെ ഡയറി ഉൽപ്പന്നങ്ങളുടെ ചില മേഖല. കാർഷിക ഉൽപ്പന്നങ്ങൾ ഏകദേശം 100% തന്നെ പറയാം ഇന്ത്യയിലേക്ക് ഇറക്കുമതി അനുവദിക്കുകയില്ല. കാരണം 50% ജനങ്ങൾ കർഷകരെ നോക്കുന്നുണ്ട്. അത് കർഷകരെ നോക്കുന്നു. അപ്പോൾ നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ട് പറയാം, മാവോ സേതുങ്ങാണ് പറഞ്ഞത് 100 പൂക്കൾ വിരിയട്ടെ എന്ന്. ഇന്ത്യയുടെ പണ്ടത്തെ നയം എന്ന് പറഞ്ഞാൽ ഒന്നീ റഷ്യയുമായിട്ട് വ്യാപാരം അല്ലെങ്കിൽ അമേരിക്ക, തീർന്നു. അത് മതിയായിരുന്നു. ആ ഡിപ്പെൻഡൻസി ആയിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പം 100 പൂക്കൾ വിരിയിച്ചുകൊണ്ട് നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ്സ് അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട്, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുമായിട്ട്, അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ, ഒമാനുമായിട്ട്, ഗൾഫ് രാജ്യങ്ങളുമായിട്ട്, UAE-യുമായിട്ട് ഒക്കെ സ്വതന്ത്ര വ്യാപാരക്കാർ വളരെ സൗകര്യമായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം പിണങ്ങി സൗന്ദര്യപ്പിണക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ 99 രാജ്യങ്ങൾ നമ്മളെ സഹായിക്കും. അവിടെ ഒരു 100 പൂക്കളുടെ ഒരു സൂക്തം കൂടെ ഓർത്തോളൂ. ഈ മാവോ അവിടെ ഈ കമ്മ്യൂണിസം മുതലാളിത്തത്തിലേക്ക് വഴിമാറിയപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് പൂച്ച കറുത്തതോ വെളുത്തതോ ആകട്ടെ, അത് എലിയെ പിടിച്ചാൽ മതി എന്ന്. കമ്മ്യൂണിസം, മാവോയുടെ കമ്മ്യൂണിസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചൈനക്കാർ ഇപ്പോഴും പട്ടിണി കിടന്നേനെയും അതിദാരിദ്ര്യ അവസ്ഥയിൽ കിടന്നേനെയും. ആ കമ്മ്യൂണിസത്തെ എടുത്ത് വലിച്ച് ഡെങ് സിയാവോപ്പിങ് എടുത്ത് എറിഞ്ഞത് കൊണ്ടാണ് ഇന്നിപ്പോൾ ചൈന ലോകോത്തര ശക്തിയായിട്ട് വളർന്നത്. അപ്പം നമ്മളും അന്ന് നമ്മൾ പല ആൾക്കാരും സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു ചൈനയെ കണ്ടുപിടിക്കണം, കൊറിയയെ അതായത് ഏഷ്യൻ കടുവകൾ എന്ന് പറയുമായിരുന്നു, കൊറിയയെ കണ്ടുപിടിക്കണം, സിംഗപ്പൂരിനെ കണ്ടുപിടിക്കണോ. നമ്മളൊന്നും പഠിച്ചില്ല. നമ്മൾ ഇപ്പോഴാണ് 2014 ശേഷമാണ് ഈ പഠനത്തിൽ നിന്നുള്ള പരിഹാര ക്രിയകൾ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അത് തന്നെയല്ല, ചൈനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവിടെ കോൺഗ്രസ് പാർട്ടി ഇല്ല. അവിടെ കോൺഗ്രസ് പാർട്ടി ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ചൈനയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. ഇതുപോലൊരു രാഹുൽ ഗാന്ധി ഇല്ല അവർക്ക്. അതവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ചൈനയെ നമ്മളിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ചൈനയെ മറികടക്കുക എന്നുള്ളതാണ്. ചൈനയെ മറികടന്നാലേ അമേരിക്കയുടെ ഒപ്പത്താനായിട്ട് പറ്റുള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് ഹഡിൽസ് ചൈനയാണ്. അതിനാണ് ഈ സംവിധാനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.